Hello, my dear students. Welcome to Teacher at Home. Today class we are going to learn the 11th chapter, Air Around Us. നമുക്ക് ചുറ്റുമുള്ള വായു. We have learned in chapter 6 that all living things require air. എല്ലാ ജീവജാലങ്ങൾക്കും വായു ആവശ്യമാണ്. But have you ever seen air? നിങ്ങൾ എപ്പോഴെങ്കിലും വായു കണ്ടിട്ടുണ്ടോ? You might not have seen air, but surely you must have felt its presence in so many ways. നിങ്ങൾ വായു കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ഒരു പ്രസൻസ് പലതരത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. യു നോട്ടീസ് ഇറ്റ് വെൻ ദ ലീവ്സ് ഓഫ് ട്രീസ് റസിൽ ഓർ ദ ക്ലോസ് ഹാങ്ങിങ് ഓൺ എ ക്ലോസ് ലൈൻസ് വേ. അതായത് ഇലകൾ ആടുമ്പോഴോ അല്ലെങ്കിൽ തുണികൾ അഴയിലിടുമ്പോൾ ആടുമ്പോഴാണ് നമ്മൾ വിൻഡിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുക. പേജസ് ഓഫ് ആൻ ഓപ്പൺ ബുക്ക് ബിഗിൻ ഫ്ലട്ടറിങ് വെൻ ദ ഫാൻ ഈസ് സ്വിച്ച്ഡ് ഓൺ. അതായത് ഒരു ബുക്കിൻ്റെ പേജ് അല്ലേ മറിഞ്ഞുകൊണ്ടിരിക്കുക, ഫാൻ ഓൺ ചെയ്യുമ്പോൾ അത് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ മൂവിങ് എയർ മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ യു ടു ഫ്ലൈ യുവർ കൈറ്റ്. അപ്പോൾ എയർ ആണ് എന്ത് പട്ടം പറക്കാനൊക്കെ ഉള്ള ഒരു വായു തരുന്നത്. ഡു യു റിമെമ്പർ ആക്ടിവിറ്റി 3 ഇൻ ചാപ്റ്റർ 3 ഇൻ വിച്ച് യു സെപ്പറേറ്റഡ് ദ സാൻഡ് ആൻഡ് സോഡസ്റ്റ് ബൈ വിന്നോയിങ് അല്ലേ? നമ്മൾ കുറേ ഹൈറ്റിൽ നിന്നിട്ട് ഒന്ന് ചെതറുമ്പോൾ എന്താ സംഭവിക്കുന്ന എയർ വേറെ, ഡസ്റ്റ് വേറെ, പാർട്ടിക്കിൾസ് വേറെ ആയിട്ട് നമുക്ക് കിട്ടും. വിനോയിങ് ഈസ് മോർ എഫക്റ്റീവ് ഇൻ മൂവിങ് എയർ. അങ്ങനെ ഒരു പ്രസൻസ് ആണ്, വിനോയിങ് ആണ് മോർ എഫക്റ്റീവ്. യു മേ ഹാവ് നോട്ടീസ് ദാറ്റ് ഡ്യൂറിങ് സ്റ്റോംസ് ദ വിൻഡ് ബ്ലോസ് അറ്റ് എ വെരി ഹൈ സ്പീഡ്. സ്റ്റോം അല്ലേ, കാറ്റടിക്കുന്ന സമയത്ത് എന്താണ് ചുഴലിയൊക്കെ ഉള്ളപ്പോൾ കാറ്റ് നല്ലോണം ആഞ്ഞടിക്കാറുണ്ട്. ഇറ്റ് മേ ഈവൺ അപ്രൂവ് ട്രീസ് ആൻഡ് ബ്ലോ ഓഫ് ദ റൂഫ് ടോപ്പ്. മരം തന്നെ കടപുഴകി പോവാറുണ്ട്, അല്ലെങ്കിലോ റൂഫ് ടോപ്പ് മേലിൽ നിന്ന് പോവാറുണ്ട് അല്ലേ, മരത്തിൻ്റെ റൂഫ് ടോപ്പ്. ഹാവ് യു എവർ പ്ലേഡ് എ ഫിർക്കി? ഇങ്ങനത്തെ ഈ എക്യുപ്മെന്റിനെയാണ് ഫിർക്കി എന്ന് പറയുക. ആക്ടിവിറ്റി 1. Let us make a ഫിർക്കി of your own, following the instructions. Hold the stick of the ഫിർക്കി and place it in different directions in an open area. അതായത് ഒരു ഫിർക്കി നമ്മൾ പ്ലേസ് ചെയ്തിട്ട് പല ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുക ഓപ്പൺ എയറിൽ. മേക്കിംഗ് എ സിമ്പിൾ ഫിർക്കി. സി ഹിയർ, വിഷറിയില്ല, അതിനാണ് ഫിർക്കി പറയുക. മൂവ് എ ലിറ്റിൽ ബാക്ക് ആൻഡ് ഫോർത്ത്. മുമ്പോട്ടും പിറകോട്ടും ഒന്ന് നീക്കുക. ഒബ്സർവ് വാട്ട് ഹാപ്പൻസ്. എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഡസ് എ ഫിർക്കി റൊട്ടേറ്റ്? അത് കറങ്ങിക്കൊണ്ടിരിക്കുമോ? വാട്ട് മേക്സ് എ ഫിർക്കി റൊട്ടേറ്റ്? എന്താണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? മൂവിങ് എയർ ഇസിൻറ്റ് ഇറ്റ്? വായു ആണോ അതിനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്? ഹാവ് യു സീൻ എ വെതർ കോക്ക്? അതായത് വെതർ പറയുന്ന ഒരു ചിഹ്നം, അതിൽ എന്താണ് കോക്ക് അല്ലേ, പൂവൻകോഴി. ഇറ്റ് ഷോസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ എയർ ഈസ് മൂവിങ് അറ്റ് ദ പ്ലേസ്. കാറ്റ് ഏത് ഭാഗത്താണ് നീങ്ങുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഈ വെതർ കോക്ക്. ഇസ് എയർ പ്രസന്റ് എവ്രിവെയർ അറൗണ്ട് us? വായു എല്ലാ സ്ഥലത്തും പ്രസന്റ് ആണോ? Choose your fist. When you have in it nothing, try the following activity to find out. Take an empty bottle. Is it really empty or does it have something inside? കാലിയായ ഒരു കുപ്പി എടുക്കുക, അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. Turn it upside down. കീപ്പോട്ട് തിരിച്ചു നോക്കുക. Is something inside it? അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? Now dip the mouth open to the bottle. ആ മൗത്ത് എന്ത് ചെയ്യണം? ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇമേഴ്സ് ചെയ്യണം. ഇൻ ടു ദ ബക്കറ്റ് ഫിൽഡ് വിത്ത് വാട്ടർ ആഷ് ഷോൺ. ബക്കറ്റ് വെള്ളത്തിലേക്ക് അത് ഇമേഴ്സ് ചെയ്ത് വെക്കുക. ഒബ്സർവ് ദ ബോട്ടിൽ. ഡസ് വാട്ടർ എൻ്റർ ദ ബോട്ടിൽ? വെള്ളം ആ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നൗ ടിൽറ്റ് ദ ബോട്ടിൽ സ്ലൈറ്റ്ലി. ഒന്ന് ചരിച്ച് വെക്കുക. ഡസ് ദ വാട്ടർ നൗ എൻ്റർ ദ ബോട്ടിൽ? ഇപ്പോൾ വെള്ളം അതിലേക്ക് എൻ്റർ ചെയ്തു. ഡു യു സീ ബബിൾസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബോട്ടിൽ ഓർ ഹിയർ എനി ബബ്ലി സൗണ്ട്? ബബിൾസ്, സീ ബബിൾസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബോട്ടിൽ. ആ ബോട്ടിൽ നിന്നും ബബിൾസ് വരുന്നത് കണ്ടോ? അല്ലെങ്കിൽ ഒരു ബബ്ലി സൗണ്ട് ശ്രദ്ധിച്ചോ? ക്യാൻ യു നൗ ഗെസ് വാട്ട് വാസ് ഇൻ ദ ബോട്ടിൽ? ആ ബോട്ടിൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, യു ആർ റൈറ്റ്, ഇറ്റ് ഈസ് എയർ. ശരിയാണ്, അത് എന്ന് പറയുന്നത് വായുവാണ്. ദാറ്റ് വാസ് പ്രസൻറ്റ് ഇൻ ദ ബോട്ടിൽ. ആ ബോട്ടിൽ ഉണ്ടായിരുന്ന വായുയുടെ ശബ്ദമാണത്. ദ ബോട്ടിൽ വാസ് നോട്ട് എംപ്റ്റി അറ്റ് ഓൾ. ബോട്ടിൽ ഇപ്പോൾ കാലിയല്ല. In fact, it was filled completely with air.
വായു നിറഞ്ഞിരിക്കുകയായിരുന്നു ആ ബോട്ടിൽ. ഈവൻ വെൻ യു ടേൺഡ് ഇറ്റ് അപ്സൈഡ് ഡൗൺ, നിങ്ങൾ തിരിച്ചു വെച്ചപ്പോഴും അതിൽ വായു നിറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് ഈസ് വൈ യു നോട്ടീസ് ദാറ്റ് വാട്ടർ ഡസ് നോട്ട് എൻ്റർ ദ ബോട്ടിൽ. അതാണ് വെള്ളം അതിലേക്ക് പ്രവേശിക്കാതിരുന്നത്. വെൻ ഇറ്റ് പുഷ്ഡ് ഇൻ ടു ആൻ ഇൻവേർട്ടഡ് പൊസിഷൻ, ചരിച്ചു വെച്ചപ്പോൾ എന്തായി? ദർ ഈസ് നോ സ്പേസ് ഫോർ എയർ ടു എസ്കേപ്പ്. തിരിച്ചു വെച്ചപ്പോൾ എയർ അതിൽ നിന്ന് പോകാനുള്ള സ്ഥലമില്ല. ബോട്ടിലിന് ചരിച്ചു വെച്ചപ്പോൾ എന്തായി? എയർ പോയിട്ട് വാട്ടർ അതിൽ ഫില്ല് ചെയ്തു. എയർ എങ്ങനെ പോയത്? ബബിൾസിന്റെ രൂപത്തിലാണ് എയർ പോയത്. വാട്ടർ അതിലേക്ക് ഫില്ല് ചെയ്തത്, ആ എയർ ഉള്ള സ്പേസിൽ ഫില്ല് ചെയ്തത്. ദിസ് ആക്ടിവിറ്റി ഷോസ് ദാറ്റ് എയർ ഓക്യുപ്പൈ സ്പേസ്. ഇതാണ് എയർ സ്പേസ് ഓക്യുപ്പൈ ചെയ്തു എന്നുള്ള ഒരു ആക്ടിവിറ്റി. ഇറ്റ് ഫിൽസ് ഓൾ ദി സ്പേസ് ഇൻ ദ ബോട്ടിൽ. ബോട്ടിലുള്ള എല്ലാ സ്പേസും ആ എയർ തന്നെയാണ് ഫില്ല് ചെയ്തത്. ഇറ്റ് ഈസ് പ്രസന്റ് എവ്രിവെയർ അറൗണ്ട് us. എല്ലാ ഭാഗത്തും അത് ഇരിക്കുന്നുണ്ട്. എയർ ഹാസ് നോ കളർ ആൻഡ് നോ വൺ സീ ത്രൂ ഇറ്റ്. എയറിന് എന്താണ്? കളർ ഇല്ല, ആർക്കും അതിനെ കാണാൻ പറ്റില്ല. ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്, മീൻസ് എല്ലാ ഭാഗത്തും അതുണ്ട്, എയർ ഉണ്ട്. അവർ എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ തിൻ ലെയർ ഓഫ് എയർ. ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഒരു വായു കൊണ്ട് നിറഞ്ഞതാണ്. ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് അപ് ടു മെനി കിലോമീറ്റേഴ്സ് എബവ് ദ സർഫസ് ഓഫ് ദ എർത്ത്. ഇത് പല കിലോമീറ്റേഴ്സ് അകലെ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയുക. As we move higher in the atmosphere, the air gets rarer. അതായത് നമ്മൾ മോളോട്ട് പോകും തോറും എന്താണ്? എയറുടെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. Now can you think mountaineers carry oxygen cylinders? അല്ലേ? മല കയറാൻ പോകുന്നവരെന്താ കാര്യ? ഓക്സിജൻ സിലിണ്ടർ. കാരണം ദൂരെ പോകും തോറും അവൈലബിലിറ്റി ഓക്സിജൻ വിൽ ബി ലെസ്. While climbing with mountains, what is air made up of? എയർ എന്തുകൊണ്ടുണ്ടാക്കിയതാ? Until the 18th century, the people thought that air was just one substance. എയർ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് മാത്രമാണെന്ന് കരുതി. Experiments have proved that it is really not so. അപ്പോൾ പരീക്ഷണം ചെയ്തപ്പോൾ അതല്ല എന്ന് മനസ്സിലായി. എയർ ഈസ് എ മിക്സ്ചർ ഓഫ് മെനി ഗ്യാസസ്. എയർ എന്ന് പറയുന്നത് പല ഗ്യാസസിന്റെ ഒരു മിക്സ്ചറാണ്. വാട്ട് കൈൻഡ് ഓഫ് ഗ്യാസ്? ഏതൊക്കെയാണത്? Let us find out some of the major components of the mixture one by one. Water vapor. We had learned earlier that air contains water vapor. എയറിൽ എന്തുണ്ട്? വാട്ടർ വേപ്പർ ഉണ്ട്. We also saw that when air comes in contact with a cool surface, it condenses and drops of water appear on the cool surfaces. Air comes in contact with air, തണുത്തൊരു അന്തരീക്ഷമായിട്ട് സാമീപ്യം വരുമ്പോൾ കണ്ടൻസ് ചെയ്തിട്ട് എന്താണ്? വെള്ളം ഇറ്റിറ്റായിട്ടാണ് വീഴുക. പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ വാട്ടർ സൈക്കിൾ. അപ്പോൾ ഈ വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? വാട്ടർ സൈക്കിള്, അല്ലേ? വെള്ളത്തിൽ, അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ അംശം നിലനിൽക്കണം. ഓക്സിജൻ. ഇൻ ദ പ്രസൻസ് ഓഫ് യുവർ ടീച്ചർ, ഫിക്സ് 2 സ്മോൾ കാൻഡിൽസ് ഓഫ് ദ സെയിം ലെങ്ത്. ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് 2 മെഴുകുതിരി കത്തിക്കുക, ഒരേ ലെങ്ത് ഉള്ളത്. ഓൺ ദ ടേബിൾ, ലൈറ്റ് ബോത്ത് ദ കാൻഡിൽസ്. രണ്ടും കത്തിച്ചു വെക്കണം. കവർ വൺ ഓഫ് ദ കാൻഡിൽസ് വിത്ത് ആർ ഇൻവേർട്ടഡ് ഗ്ലാസ് ടംബ്ലർ. ഒന്ന് എഴുതി വെച്ച് ഒരു ഗ്ലാസ് വെച്ചിട്ട് കമഴ്ത്തി വെക്കുക. ഒബ്സർവ് ബോത്ത് ദ കാൻഡിൽസ് കെയർഫുള്ളി. 2 മെഴുകുതിരിയും സൂക്ഷിച്ചു നോക്കുക. ഡു ബോത്ത് ദ കാൻഡിൽസ് കണ്ടിന്യൂ ടു ബേൺ ഓർ ഗോ ഓഫ്? 2 കത്തുവോ അതോ കെടുവോ? You must have observed that the candle covered with glass tumbler got exhausted after some time. അതായത് ഗ്ലാസ് ടംബ്ലർ വെച്ചിട്ട് കവർ ചെയ്ത ഇതുണ്ടല്ലോ കാൻഡിൽ, അത് കെട്ടു, അല്ലെ? വേറെ അതർ കാൻഡിൽ കണ്ടിന്യൂഡ്, മറ്റേതെന്താണ്? കത്തിക്കൊണ്ടേയിരിക്കുന്നു. വാട്ട് ക്യാൻ ബി ദ റീസൺ ഫോർ ദിസ്? എന്തായിരിക്കും അതിന് കാരണം? It seems that the candle got extinguished because the component inside the glass tumbler suppose burning is limited. കാൻഡിൽ അല്ലേ കെട്ടു, എന്താണ്? ഇൻസൈഡ് ദ ഗ്ലാസ് ടംബ്ലർ വിച്ച് സപ്പോർട്ട്സ് ബേണിംഗ്, കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ആണ്. ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ ദെയർ. മോസ്റ്റ് ഓഫ് ദ കമ്പോണന്റ് ഈസ് യൂസ്ഡ് അപ്പ് ബൈ ദ ബേണിംഗ് കാൻഡിൽ. ഹൗവർ ദ അതർ കാൻഡിൽ ഈസ് ഗെറ്റിംഗ് കണ്ടിന്യൂഡ് സപ്ലൈ. മറ്റേതിന് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് എയറുടെ പ്രസൻസ് കിട്ടുന്നുണ്ട്. ദിസ് കമ്പോണന്റ് ഓഫ് എയർ വിച്ച് സപ്പോർട്ട്സ് ബേണിംഗ്. അപ്പോൾ ബേണിങ്ങിന് സപ്പോർട്ട് ചെയ്യണത് എയർ ഏതാണ്? ഓക്സിജൻ ആണ് ബേണിങ്ങിന് സപ്പോർട്ട് ചെയ്യണത്. Nitrogen. In activity 3, do you observe that air is still present in the glass bottle even after the candle blew out? This indicates the presence of some components in the air which does not support burning. അപ്പോൾ എയർ
അവിടെ തന്നെ പ്രസന്റ് ആണ്, പക്ഷെ അത് കത്തുന്നില്ല. മേജർ പാർട്ട് ഓഫ് എയർ വിച്ച് ഡസ് നോട്ട് സപ്പോർട്ട്, കത്താൻ സഹായിക്കാത്ത ആ എയറിനെയാണ് നമ്മൾ എന്ത് പറയുക? നൈട്രജൻ എന്ന് പറയുക. ഓക്കെ, the air which supports burning is oxygen, the air which does not support burning is nitrogen. Carbon dioxide. In a closed room, if there is some material that is burning, you may have felt suffocation. It is due to the excess of carbon dioxide that may be accumulating in the room as the burning continues. അപ്പോൾ ഒരു ക്ലോസ്ഡ് റൂമിൽ നമ്മൾ ഇരിക്കുകയാണ്, എന്നിട്ട് എന്തോ ഒന്ന് കത്തിയ ശേഷം നമ്മൾ ആ റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ശ്വാസമുട്ടൽ അനുഭവപ്പെടും അല്ലേ? അതെന്തുകൊണ്ടാണ്? കത്തുമ്പോൾ വാട്ട് ഈസ് ബീൻ എമേർജ്ഡ് ഔട്ട്? ഇറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ് ഈസ് ബീൻ എമേർജ്ഡ് ഔട്ട് വിച്ച് ഈസ് അക്യുമുലേറ്റിംഗ് ഇൻ ദാറ്റ് റൂം. Carbon dioxide make up a small component of air around us. Plants and animals consume oxygen for respiration and produce carbon dioxide. Plants or animals എന്ത് ചെയ്യും? ഓക്സിജൻ കൺസ്യൂം ചെയ്യും അല്ലേ, റെസ്പിറേഷന്, and produce carbon dioxide. Plant and animal matter also consume oxygen on burning and produce mainly carbon dioxide and other few gases. It is advisable not to burn dry leaves and discarded remains of the crop, which pollute our surroundings. അപ്പോൾ കത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. ഉണങ്ങിയ ഇലകളും ഡിസ്കാർഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കത്തിക്കാൻ പാടില്ല, which will pollute our surroundings. Dust and smoke. The burning of fuel also produces smoke. അപ്പോൾ ഇലകൾ മാത്രമല്ല, ഫ്യൂല് കത്തിയാലും എന്താണ്? സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സ്മോക്ക് കണ്ടെയ്ൻസ് എ ഫ്യൂ ഗ്യാസസ് ആൻഡ് ഫൈനലി സ്മോക്കിലും എന്തെന്നെയുള്ളത്? ഗ്യാസസ് ഈസ് പ്രസന്റ് ദർ ആൻഡ് വിച്ച് ഈസ് ഓഫൺ വെരി ഹാർംഫുൾ. ദാറ്റ് ഈസ് വൈ യു സീ ലോങ് ചിമ്നീസ് ഇൻ ഫാക്ടറീസ്. അതുകൊണ്ടാണ് വലിയ വലിയ ചിമ്മിനികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ദിസ് ടേക്സ് ദ ഹാർംഫുൾ സ്മോക്ക് ആൻഡ് ഗ്യാസസ് അവേ ഫ്രം യുവർ ഹൗസ്. ഇത് നമ്മുടെ മൂക്കിൽ നിന്നും ദൂരേക്ക് മണങ്ങളെ കൊണ്ടുപോകും. ബട്ട് ഇറ്റ് ഈസ് closer to the birds that is flying in the air, which is harmful to the birds and animals present there. These particles are also present in air. Activity 4. Find a sunny room in your classroom. Close all the doors and windows with curtains pulled down to make the room dark. അതായത് ഇതുപോലെ ആക്കാൻ. അപ്പോൾ ഒരു now open the door of a window facing the sun. അപ്പോൾ ഒരു സണ്ണിനെ ഫേസ് ചെയ്യുന്ന ഒരു വിൻഡോ ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്താണ്? റേ ഓഫ് ലൈറ്റ് കാണും. ഇറ്റ് അലൗസ് സൺലൈറ്റ് ടു എൻ്റർ ദ റൂം ഓൺലി ത്രൂ എ സ്ലിറ്റ്. ആ സ്ലിറ്റിൽ കൂടെ മാത്രം ആ സൺലൈറ്റ് റൂമിലേക്ക് പ്രവേശിക്കും. നൗ കെയർഫുള്ളി അറ്റ് ദ ഇൻകമിംഗ് ബീം ഓഫ് ലൈറ്റ്. ആ ബീം ഓഫ് ലൈറ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണുക? കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിൽ കമ്മിങ് ആയിട്ട് കാണാം അല്ലേ? ഡു യു സീ സം ടൈനി ഷൈനിങ് പാർട്ടിക്കിൾസ് മൂവിങ് ഇൻ ദ ബീം ഓഫ് സൺലൈറ്റ്? അല്ലേ, കുറേ ഷൈനി പാർട്ടിക്കിൾസ് ആ ബീമിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ടാവും. വാട്ട് ആർ ദ പാർട്ടിക്കിൾസ്? During winters, you might have observed similar beam of sunlight filter through the trees, in which the dust particles appear to dance merrily around. വിൻ്ററിൻ്റെ സമയത്ത് എന്താണ്? ബീം ഓഫ് സൺലൈറ്റ് ഈ ട്രീസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണതായിട്ട് കാണാം അല്ലേ? ദിസ് ഷോസ് ദ എയർ ഓൾസോ കണ്ടെയ്ൻസ്. എയറിൽ എന്തുതന്നെയുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. പ്രസൻസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ എയർ വേരീസ് ഫ്രം ടൈം ടു ടൈം. ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും, ഓരോ സ്ഥലത്തും ഇത് മാറിക്കൊണ്ടിരിക്കും. We inhale air when we breathe throughout nostrils. അപ്പോൾ നമ്മൾ മൂക്കിൽ കൂടെ ശ്വസിക്കുമ്പോഴാണ് വായു അനുഭവപ്പെടുക. Fine hair and mucus are present inside the nose to prevent dust particlesനെ പ്രിവെന്റ് ചെയ്യാനാണ് hair growth inside the nose. And this prevent from getting into the respiratory system. Do you recall being scolded by your parents when you breathe through your mouth? If you do that, harmful dust particles, മൗത്തിൽ കൂടെ ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താണ്? ഹാർംഫുൾ ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് നമ്മളുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുക. We may conclude that the air contains some gases, water vapor and dust particles. The gases in air are mainly ഏതൊക്കെയാണ്? Nitrogen, small amount of oxygen, carbon dioxide and many other gases. However, there may be some. Bujo is thinking, why do you think the policeman wearing a mask? Pahili wants to know why the transparent glass of windows, if not wiped off regularly, appear hazy. Because the dust particles are being sticking on the glass. During an accident of fire, one is advised to wrap a blanket in order to stop burning. Otherwise, if you are throwing water, means it will get sticks to our body. Composition of air. This is carbon dioxide. Majority portion is nitrogen. Only a little is carbon dioxide and water vapor and other gases.
This portion is oxygen. Variation in the composition of air from place to place. We see that air contains nitrogen and oxygen. In fact, these two gases together make up 99% of the air. Remaining 1% is constituted by carbon dioxide and few other gases and water vapor. 99%ഉം നൈട്രജനും ഓക്സിജനും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ആണ്. 1% ആണ് കാർബൺ ഡയോക്സൈഡും വേറെ ഗ്യാസസും. Activity 5. Take some water in a glass or metal container. Heat it slowly on a tripod stand. അപ്പോൾ വാട്ടർ ഏതിലാണ് നമ്മൾ എടുക്കുന്നത്? ഗ്ലാസോ മെറ്റൽ കണ്ടെയ്നറിലോ എടുക്കുക. എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക. Well before the water begins to boil, look carefully at the inner surface of the container. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലൊന്ന് നോക്കുക. Do you see tiny bubbles in the inside? ചെറിയ ചെറിയ ബബിൾസ് അതിൻ്റെ ഉള്ളിൽ കുമിളകൾ കാണാം. Here is a question from Paheli. Will the tiny air bubbles seen before the water actually boils? വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പാണോ ഇത് കാണാറ്? Also up here, if you do this activity by reheating boiled water kept in an airtight bottle. If you do not know the answer, you may try doing it and see for yourself. These bubbles come from the air dissolved in water. By reheating boiled water kept in the airtight bottle. If you do not know the answer, you may try doing it and see it yourself. Do you see tiny bubbles inside? Heat ചെയ്യണ സമയത്ത് എന്താണ് കുറേ ബബിൾസ് നമ്മൾ ഉള്ളിൽ കാണും അല്ലേ? Bubbles come from the air dissolved in water. ഈ ബബിൾസ് എന്ന് പറയുന്നത് ഈ വാട്ടറിൽ എന്തുണ്ട്? എയർ പ്രസന്റ് ഉണ്ട്. അതിൽ നിന്നാണ് ബബിൾസ് വരുന്നത്. When you heat the water to begin with, the air dissolved it escape. അപ്പോൾ വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്യണ സമയത്ത് അതിലുള്ള എയർ എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും. As you continued heating, the water itself turns into vapor. നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ വാട്ടർ വന്നിട്ട് വേപ്പറിനെ നീരാവിയാവും and finally begins to boil. എന്നിട്ട് തിളയ്ക്കാൻ തുടങ്ങും. Animals living in water use the dissolved oxygen. അപ്പോൾ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജൻ ആണ് വെള്ളത്തിലുള്ള അനിമൽസ് അബ്സോർബ് ചെയ്യുന്നത്. Animals that live in soil also need oxygen to respire, isn't it? How do they get the air they need? It is mainly the water vapor that is present in the air. Activity 6. Take a lump of dry soil in a beaker or a glass. അപ്പോൾ കുറച്ച് സോയിൽ അല്ലേ, ഡ്രൈ ആയിട്ടുള്ള സോയിൽ ഒരു ബീക്കറിലോ ഗ്ലാസ്സിലോ എടുക്കുക. Add water to it and note what happens. അതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. Do you see bubbles coming out from the soil? അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ബബിൾസ് വരാറുണ്ടോ? These bubbles indicate the presence of air in the soil. അപ്പോൾ ബബിൾസ് വരുമ്പോൾ അതിൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണം? അതിൽ എയർ പ്രസന്റ് എന്നുള്ളതാണ് കാണിക്കുന്നത്. When the water is poured on the lump of soil, it displaces the air which is seen in the form of bubbles. അപ്പോൾ ആ സോയിലിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിലുള്ള എയർ ബബിൾസിന്റെ രൂപത്തിൽ പുറത്തേക്ക് പോകും. Organisms that live inside the soil and the plant root respire in the soil. അപ്പോൾ ഓർഗാനിസംസ് ഉള്ളിലുള്ളത് എന്താണ്? സോയിലിൽ പ്രസന്റ് ആയിട്ടുള്ള എയർ ആണ് അത് അബ്സോർബ് ചെയ്യണം. Burrows and holes are formed in the deep soil by the animals living in the soil. These burrows also make the space available for air to move in and out in the soil. However, when it rains heavily, water fills up all the space occupied by the air in the soil. അപ്പോൾ നല്ലോണം മഴ പെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? All the space occupied, അതായത് വെള്ളം സോയിലിൽ എന്താ ഉള്ളത്? വാട്ടർ പ്ലസ് എയർ ഉണ്ട്. അപ്പോൾ ഈ എയർ ഫിൽഡ് സ്പേസിലാണ് നമ്മുടെ ഈ വാട്ടർ ഒക്യുപ്പൈ ചെയ്യുക. In this situation, animals living in the soil have to come out for respiration. അങ്ങനെ ഒരു അവസ്ഥയിൽ ആ എയർ വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്ന സമയത്ത് അനിമൽസിന് പുറത്ത് വരണം, ശ്വസിക്കാൻ വേണ്ടി പുറത്ത് വരേണ്ട ആവശ്യമുണ്ട്. Could this be the reason why earthworm come out of the soil only during heavy rains? അപ്പം നല്ല മഴയുള്ള സമയത്ത് ഈ മണ്ണിരയൊക്കെ പുറത്തു വരുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. മഴ പെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? സോയിലുള്ള എയർ ഈ വാട്ടറുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ എയർ പുറത്തു പോയിട്ട് ആ സ്പേസിൽ വാട്ടർ ഒക്യുപ്പൈ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വാസ് ദ റീസൺ വൈ ദേ ആർ കമ്മിങ് ഔട്ട്. Then have you ever wondered why all the oxygen of atmosphere does not get used up? Large number of oxygen are consuming it. How is oxygen in the atmosphere replaced? അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്തത്? In chapter 4 we read about photosynthesis. In this process plants make their own food and oxygen is produced along it. Plants അവരുടെ ഓൺ ഫുഡ് പ്രിപ്പയർ ചെയ്യും.
എന്നിട്ട് അതിൻ്റെ കൂടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ്. പ്ലാന്റ്സ് ഓൾസോ കൺസ്യൂം ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ സമയത്ത് അവർ ഓക്സിജനെ കൺസ്യൂം ചെയ്യും. ബട്ട് ദേ പ്രൊഡ്യൂസ് മോർ ഓഫ് ഇറ്റ് ദെൻ ദേ കൺസ്യൂം. അതിനെക്കാട്ടും കൂടുതലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് വൈ വി സേ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഓക്സിജൻ. ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ആനിമൽസ് കനോട്ട് ലീവ് വിതൗട്ട് പ്ലാന്റ്സ്. ആനിമൽസിന് പ്ലാന്റ്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ബാലൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് മെയിൻറ്റെയിൻ ത്രൂ റെസ്പിറേഷൻ. അപ്പോൾ ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണത് റെസ്പിറേഷൻ വഴിയാണ്. By the photosynthesis in plants. This shows the interdependence of plants and animals. We can now appreciate how important air is for life on Earth. Are there any other uses for air? Have you heard about a windmill? Windmill കുറിച്ച് കേട്ടിട്ടുണ്ടോ? A wind makes the windmill rotate. അപ്പോൾ കാറ്റാണ് എന്ത് ആ വിൻമില്ലിനെ റൊട്ടേറ്റ് ചെയ്യുക. The windmill is used to draw water from. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് വെള്ളം കോരാൻ ട്യൂബ് വെൽസിൽ നിന്നും വെള്ളം കോരാൻ സഹായിക്കുക. റൺ ഫ്ലോർ മിൽസ്. Windmills വേറെ എന്തിനു കൂടി യൂസ്ഫുൾ ആണ്? ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. എയർ ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് സെയിലിംഗ്, യാർഡ്സ്, ഗിൽഡേഴ്സ്, പാരഷൂട്ട്സ്, എയറോപ്ലെയിൻസ്. ബാറ്റ്സ് ആൻഡ് ഇൻസെക്ട് ക്യാൻ ഫ്ലൈ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എയറിന്റെ പ്രസൻസിലാണ് ഈ ബേർഡ്സും ഇൻസെക്ട്സ് ഒക്കെ ഫ്ലൈ ചെയ്യണത്. എയർ ഓൾസോ ഹെൽപ് ദ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. അല്ലെ, ഒരു സീഡ്സും വേറെ ഒരു ഭാഗത്തേക്ക് എത്തുന്നത് ബൈ ദ മൂവ്മെന്റ് ഓഫ് എയർ ആൻഡ് പോളൻ ഓഫ് ഫ്ലവേഴ്സ് ഓഫ് സെവറൽ പ്ലാന്റ്സ്. എയർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വാട്ടർ സൈക്കിളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്. Keywords: atmosphere, carbon dioxide, composition of air, oxygen, nitrogen, smoke, windmill. Summary: air is found everywhere. We cannot see air, but we can feel it. Air in motion is called wind. Air occupies space. Air is present in water and soil. Air is a mixture of nitrogen, oxygen, carbon dioxide, water vapor, and a few other gases. Some dust particles also is present in it. Oxygen supports burning and is necessary for living organisms. Envelope of air that surrounds Earth is known as atmosphere. Atmosphere is essential for life on Earth. Aquatic animals use dissolved air in water for respiration. Plants and animals develop on each other for exchange of oxygen and carbon dioxide from air. So that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.